നമ്മളെപ്പോഴും സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിട്ടുള്ളൂ. ആ ആൻസറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഒരു 5 ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നമ്മൾ നിരന്തരം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, എന്താണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷത്തെ തടയുന്ന ഒരു കാര്യം എന്താണ്? അതെല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. ആ ഒരു 5 കാര്യങ്ങൾ എന്താണ്? രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇപ്പോൾ നിലവിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? മൂന്നാമത്തെ ചോദ്യം ചോദിക്കേണ്ടത്, ഈ ചിന്ത എനിക്ക് ഹെൽപ്ഫുൾ ആണോ? എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണോ? നാലാമത്തെ ക്വസ്റ്റ്യൻ, നെഗറ്റീവിൽ നിന്ന് ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതിന് പകരം എനിക്ക് എന്താണ് വ്യത്യസ്തമായിട്ടൊന്ന് ചെയ്യാൻ സാധിക്കുക? എന്നാൽ 5ാമത്തെ ചോദ്യം ചോദിക്കേണ്ടത്, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നിന്ന് എന്ത് ബെനിഫിറ്റാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്? ഇങ്ങനെ 5 ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചോദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ. അതിലൊന്നാമത്തത്, എന്താണ് എന്നെ തടസ്സപ്പെടുത്തുന്നത്? അതിൽ എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മടിയായിരിക്കും. ചില ആളുകൾക്ക് ഏതെങ്കിലും മറ്റുള്ളവരോട് തോന്നുന്ന എന്തെങ്കിലും പകയോ വിദ്വേഷ വെറുപ്പോ ആയിരിക്കും. അങ്ങനെ കൃത്യമായിട്ടുള്ള ആ ഒരു കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിനു വേണ്ടി വർക്ക് ചെയ്താൽ മതി. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഞാൻ നിലവിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞാൻ ഒരുപക്ഷെ ചിന്തിക്കുന്നത് ഇപ്പം നിലവിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചാണോ ഞാൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ വരാൻ പോകുന്ന എന്തിനേയും കുറിച്ച് ഭയപ്പെടുകയാണോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ഒരു കൃത്യമായിട്ടുള്ള ചിന്ത എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. കാരണം പാസ്റ്റ് ഓൾറെഡി കഴിഞ്ഞു പോയി, വരാൻ പോകുന്നതിനെ കുറിച്ചും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. മൂന്നാമത്തെ കാര്യം, ഈ ചിന്ത എനിക്ക് ഹെൽപ്ഫുൾ ആണോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കെങ്കിലും ഹെൽപ്ഫുൾ ആണോ? ചിലപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഒരു കാര്യമില്ലാതെ. അപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ 4ാമത്തെ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത്, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതിന് പകരം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഞാൻ വെറുതെ ഒരു മണിക്കൂർ എനിക്ക് ഫ്രീ ടൈം കിട്ടി, ആ സമയം എന്തെങ്കിലുമൊക്കെ ഒന്ന് നല്ലത് നമ്മളെ ജീവിതത്തിൽ ഉയർച്ച കിട്ടുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്തിട്ട് ആ ഒരു സമയത്തെ യൂസ്ഫുൾ ആക്കുക. കാരണം നമ്മളെ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ സമയമാണ്. പിന്നെ 5ാമത്തെ കാര്യം, ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഈ കിട്ടുന്ന ബെനിഫിറ്റും കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ, നമ്മളൊക്കെ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. കാരണം നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്, എനിക്കെന്താണ് കിട്ടുക എന്നുള്ളത് എനിക്ക് അറിഞ്ഞാൽ മാത്രമേ എനിക്കത് ചെയ്യാനുള്ളൊരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കണം. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ എന്താണ് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആ മനസ്സിലാവുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് സിറ്റുവേഷനിലും നമ്മൾ പ്രൊഡക്റ്റീവായി മാറാനും എനർജറ്റിക് ആയിരിക്കാനും പറ്റും. ചില സമയത്തൊക്കെ ഒരു പ്രവൃത്തിയും ചെയ്യാതെ നമ്മളെ മൈൻഡ് കാലിയായി ഇരിക്കുമ്പോഴാണ്, ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഓരോ അനാവശ്യ ചിന്തകളും മറ്റുള്ള ഓരോ, നമ്മൾ പറയാറില്ലേ ശൈത്താനെ ഉള്ളിൽ കയറും എന്ന് പറഞ്ഞില്ലേ, അതുപോലെ നമ്മളെ അതൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ഈ കൃത്യമായിട്ടുള്ള എന്താണ് ഞാനെന്നും, എന്തൊക്കെ ഫീലിംഗ് ഉണ്ടെന്നും, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നും, എൻ്റെ സമയം എങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് വിനിയോഗിക്കാൻ കഴിയും, അത് എനിക്കും എൻ്റെ കുടുംബത്തിനും മറ്റുള്ള സമൂഹത്തിനും ഉപകരിക്കുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുമുള്ളൊക്കെ ഉള്ള ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ജീവിതം ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിക്കും. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. എല്ലാവർക്കും നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.